നമസ്കാരം. ഞാൻ ഇന്നിവിടെ പരിപ്പ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം ടൈപ്പ് സവാളയാണ്. അതിതാ ഒരു മീഡിയം ടൈപ്പിൽ തന്നെ അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പ് തക്കാളി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതും ഇതാ ഇതുപോലെയൊക്കെ തന്നെ നന്ന ചെറുതാക്കിയിട്ടല്ല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് നീളത്തിലരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് പാകത്തിന് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തു കേട്ടോ. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 വിസില്, ലോ ഫ്ലെയിമിൽ 2 വിസിലും കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടോളൂ. ഇനിയിപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ട് ഇനി വറവിടട്ടെ. അപ്പോൾ നമ്മളിത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നെയ്യാണ് ഇട്ടോട്ടുന്നത്. നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. നെയ്യ് ചൂടായി വന്നു തുടങ്ങി. നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ആ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. വേണമെങ്കിൽ ചതച്ചിടാം. ഞാനിവിടെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗോൾഡൻ കളറാവും വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു എന്താ പറയുക പകുതി സവാള കേട്ടോ. അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ജീരകം ചെറിയ ജീരകമാണ്, വലിയ ജീരകം ഇട്ട് കൊടുക്കണ്ട. ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മളിത് വറവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് കറിയുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ എനിക്ക് ഒരു സാധനം കൂടി ആടുന്നുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ ശരിയായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.